ഇന്നത്തെ ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ കാതലായ ഭാഗമെന്ന് അത് വിരൽ ചൂണ്ടുന്നത് ആർക്ക് നേരെ? ആത്യന്തികമായി നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്, കേരളത്തിലെ ഏറ്റവും വലിയ കോമഡിയാണ് ഈ KSDMA എന്നുള്ളത്. കാരണം ഒരു തരത്തിലും ഒരു ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു തരത്തിലും കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്താത്തൊരു സംവിധാനമായി KSDMA പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രദീപ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് കോടതിയിൽ അമിക്കസ് ക്യൂറി കൊടുത്ത റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ ദുരന്തം ആരും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതല്ല. ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും മുൻകൂട്ടി കണ്ടിരുന്നു. അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടന്നിരുന്നു, വിലയിരുത്തലുകൾ നടന്നിരുന്നു. പക്ഷേ ആരും ഇതിലൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ പ്രദീപ് തന്നെ പറഞ്ഞതുപോലെ 5 തവണ ഇത് സംബന്ധിച്ച് കേരള പൊതുമരാമത്ത് വകുപ്പിന്, അതായത് ഞങ്ങൾക്കിതിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ ഒരു മന്ത്രി ഭരിക്കുന്ന വകുപ്പ്, ആ മന്ത്രിയുടെ വകുപ്പിനെ 5 തവണ കത്ത് മുഖാന്തരം ഇത്തരത്തിലൊരു അപകടം വയനാട്ടിൽ ഉണ്ടാകാനുള്ള, കള്ളാടിയിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരുന്നു. അതുപോലെ ഈ പറയുന്ന കരാർ കമ്പനി ഇത് അറിഞ്ഞിരുന്നു, അവിടെ യോഗങ്ങൾ നടന്നിരുന്നു. എന്നിട്ട് വീണ്ടും ഇത് KSDMAയുടെ മുമ്പിലെത്തി. അതായത് സംസ്ഥാനത്തൊരു വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനും അതിനെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കുകയും ചെയ്യേണ്ട സംവിധാനം നമ്മുടെ മുഖ്യമന്ത്രി ചെയർമാനായിരിക്കുന്ന കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ സംവിധാനം എന്നൊക്കെ വിളിക്കുന്ന, അതോറിറ്റി എന്നൊക്കെ വിളിക്കുന്ന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മുമ്പിലെത്തി. അപ്പോൾ അവരെന്ത് പറഞ്ഞു? പഴയ പ്രദീപ് പറഞ്ഞാണ്, എല്ലാം വിശദമായി പ്രദീപിന്റെ ഇൻട്രോയിൽ തന്നെ ഉണ്ട്. അതായത് ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി ഇതിന് ഈ പാരിസ്ഥിതിക അനുമതി ലഭിച്ചതുകൊണ്ട് ഇനി നമ്മൾ ഇതിൽ ഇടപെടേണ്ട, നമുക്കിതിൽ ഇടപെടാനുള്ള ഒരു റോളുമില്ല എന്നുള്ളത്. അത് ആ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും മന്ദബുദ്ധികളെന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിവരം കെട്ടവന്മാരെന്നോ വിളിക്കേണ്ട ഒരു തീരുമാനമായിരുന്നു എന്നാണ് എനിക്ക് പറയേണ്ടത്. കാരണം ദുരന്ത നിവാരണ നിയമം എന്ന് പറയുന്നത് അതിന് എല്ലാത്തിൻ്റെയും മുകളിൽ വെക്കാവുന്നൊരു നിയമമാണ് നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള നിയമസംഹിതകൾ അനുസരിച്ചിട്ട്. അതായത് ഒരു ദുരന്ത സാധ്യത ഉണ്ടാകുന്നു, ആ ദുരന്തത്തിൽ കുറേ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മറ്റെല്ലാ വ്യവസ്ഥകളും മറ്റെല്ലാ നിയമങ്ങളും അതിന് താഴെയാണ്. ആദ്യം ആക്ട് ചെയ്യേണ്ടത് ഈ നിയമവും ഈ നിയമത്തിലെ വ്യവസ്ഥകളും അനുസരിച്ചാണ്. അപ്പോൾ അന്ന് ഈ പറയുന്ന രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ, കള്ളാടിയിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നെങ്കിൽ, ഈ പ്രദേശത്ത് ഉള്ള ആളുകളെ മുഴുവൻ, തൊഴിലാളികളെ അടക്കം അവിടെ നിന്ന് മാറ്റാനുള്ളൊരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇത്രയും ജീവനുകൾ നമുക്ക് നഷ്ടമാകുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അമിക്കസ് ക്യൂറി കൊടുത്ത റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്നു കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടായില്ല, ഇല്ലീഗലാണ് ഇതിൽ എടുത്ത തീരുമാനം. അതായത് ഈ രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു തീരുമാനം KSDMA എടുത്തത് ഇല്ലീഗലാണെന്നുള്ള റിപ്പോർട്ട് കോടതി മുമ്പിൽ എത്തിയിരിക്കുന്നു. കോടതി അതിൽ നടപടി എടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുള്ളത് ഈ യോഗങ്ങളെ പറ്റിയാണ്. അതായത് ജൂൺ 3 ഇത്തരത്തിൽ KSDMAയുടെ മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ എത്തുന്നത്. ഈ യോഗത്തിൽ പങ്കെടുത്ത അന്നത്തെ കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, ജയതിലക് IAS. ഒരുപക്ഷെ പിണറായി വിജയന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള കഴിഞ്ഞ കുറേ കാലമായി വിവാദ നായകനായി നിന്ന ചീഫ് സെക്രട്ടറി, ഈ ചീഫ് സെക്രട്ടറിയാണ് ഇതിൽ തീരുമാനമെടുത്തത് തൽക്കാലം നമ്മൾ ഇതിൽ പരിഗണിക്കേണ്ട എന്നുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിന്റെ സംസ്ഥാനം ഭരിക്കുന്ന, സംസ്ഥാനത്തിന്റെ ഭരണചക്രം തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു അതിന് ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങ് ഉണ്ടായിക്കോട്ടെ, നമ്മൾ അതിൽ ഇടപെടേണ്ടത്.